അമ്പിളിക്കല തുമ്പപാമ്പും ഗംഗയും തിരുജടയതും അന്തരംഗം അതിങ്കലെപ്പോഴും നീലകണ്ഠ തെളിയണേ. നമഃശിവായ. ലോക സംഗീത ദിനം 21-ാം തീയതി. നമ്മുടെ വിശ്വാസപ്രകാരം കേരളത്തിൻ്റെ തനതായിട്ടുള്ള സംഗീത ശാഖയാണ് സോപാന സംഗീതം. കർണാടക സംഗീതത്തിനും മുന്നേ കേരളത്തിൽ വേരൂന്നിയിട്ടുള്ള ഒരു ശൈലിയാണ് സോപാന സംഗീത ശൈലി. നമ്മുടെ ക്ഷേത്രങ്ങളിലും ആരാധനയുമായി ബന്ധപ്പെട്ട് സംഗീതത്തിന് അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട്. മഹാദേവനിൽ നിന്നും കിട്ടിയിട്ടുള്ള ഈ കലകൾ 64 കലകളിൽ അതിൽ നൃത്ത ഗീത വാദ്യ വിഭാഗങ്ങളായിട്ട് 3ആയി തിരിച്ചിട്ടുണ്ട്. അതിൽ സംഗീതത്തിന് പരമപ്രധാനമായൊരു സ്ഥാനം തന്നെയുണ്ട്. സാമവേദത്തിൽ നിന്നും ഉത്ഭവിച്ചിട്ടുള്ള മഹാദേവൻ്റെ 5 ശിരസ്സുകളിൽ നിന്നും ഉത്ഭവിച്ചിട്ടുള്ള സംഗീതം എന്ന മഹത്തായിട്ടുള്ള അമൃതം തന്നെ വേണമെങ്കിൽ പറയാം. ഇപ്പോൾ രോഗങ്ങൾക്ക് മാത്രമല്ല, മനസ്സിന് സന്തോഷം തരുന്ന സദ്ഗീതം, അതാണ് സംഗീതത്തിൻ്റെ മഹത്വം. അതിൽ നമ്മൾ കേരളത്തിൽ സോപാന സംഗീത ശൈലി, അത് ഇന്നത്തെ തലമുറ കുറേശ്ശെ അത് അറിഞ്ഞു വരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പണ്ടൊക്കെ ശ്രീ പല്ലശ്ന പത്മനാഭമാരാർ, പല്ലശ്ന ചന്ദ്രമാരാർ, അതേപോലെ തന്നെ ഞെരളത്തെ രാമ പൊതുവാൾ, അങ്ങനെയുള്ള അധികായന്മാർ തുടങ്ങി വെച്ചിട്ടുള്ള ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചിട്ടുള്ള സോപാന സംഗീത ശൈലി ഇന്ന് കുറേശ്ശെ അടുത്ത തലമുറയിലേക്ക് എന്നെ കൊണ്ടാവുന്ന പോലെ എനിക്ക് പകർന്നു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിലുപരി എൻ്റെ പ്രിയപ്പെട്ട എല്ലാ ശിഷ്യന്മാരും പ്രിയപ്പെട്ടവരാണ്. ഇപ്പോൾ സജുദാസ് എൻ്റെ അടുത്ത് അഭ്യസിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ശോഭ വസുദേവൻ, എൻ്റെ പ്രിയ ശിഷ്യയായിട്ടുള്ള ഹാസിനി, കുമാരി ഹാസിനി മാത്തൂർ, തായമ്പകയിലും സോപാന സംഗീതത്തിലും പഞ്ചവാദ്യത്തിൽ കേളി, ഇങ്ങനെയുള്ള ശാസ്ത്രീയ സംഗീതം, നൃത്തം എല്ലാത്തിലും ശ്രേഷ്ഠമായിട്ട് വരുന്നൊരു കുട്ടിയാണ്. അപ്പോൾ അതേപോലെ ഈ ലോക സംഗീത ദിനത്തിൽ ഇങ്ങനെയൊരു നല്ലൊരു സംരംഭം തുടങ്ങി വെച്ച ഇതിൻ്റെ ഭാരവാഹികൾക്ക് ഞാൻ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. അതേപോലെ തന്നെ ഈ ഒരു കൂട്ടായ്മ ലോകം മുഴുവൻ പ്രശസ്തമായി വരണം എന്ന് ആഗ്രഹിക്കുന്നു. നന്ദി, നമസ്കാരം.